ഇനി വരും ദിനങ്ങളിൽ വിപണിയിൽ പ്രതീക്ഷിക്കുന്നത് IPOകളുടെ കുത്തൊഴുക്കാണ്. ഏകദേശം 150 മുതൽ 200 വരെ കമ്പനികൾ IPOകൾക്കായി കാത്തുനിൽക്കുന്നുവെന്നാണ് അറിയുവാൻ സാധിച്ചത്. 2024 91 കമ്പനികളാണ് പ്രാരംഭ ഓഹരി വിൽപ്പനയുമായി വിപണിയെ സമീപിച്ചത്. ഈ കമ്പനികൾ ഏകദേശം 1.6 ലക്ഷം കോടി രൂപയാണ് സമാഹരിച്ചത്. ഈ വർഷം ഏപ്രിൽ വരെ 10 മെയിൻ ബോർഡ് IPOകളിൽ നിന്ന് കമ്പനികൾ സമാഹരിച്ചത് 18,074 കോടി രൂപയാണ്. ഈ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ റെക്കോർഡ് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഗോള താരിഫ് പ്രതിസന്ധി അകലുന്നതും ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക വ്യവസ്ഥ ശക്തിയായി തുടരുന്നതും കമ്പനികളുടെ പ്രവർത്തന മികവും സാമ്പത്തിക ഭദ്രതയും കുറഞ്ഞ പണപ്പെരുപ്പ് നിരക്കും അനുകൂലമായ ഗവൺമെൻറ് സമീപനങ്ങളും കമ്പനികളെ വീണ്ടും പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ഈ വർഷം ഇന്ത്യയിലെ പ്രമുഖമായ പല കമ്പനികളും പ്രാഥമിക ഓഹരി വിൽപ്പനയുമായി വിപണിയെ സമീപിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഓഹരി വിപണി മുന്നേറ്റം കാഴ്ചവെച്ച് തുടങ്ങിയത് കാരണം കൂടുതൽ നിക്ഷേപകർ വിപണിയിൽ നിക്ഷേപം നടത്തുവാൻ മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പല കമ്പനികളും. അതുപോലെ മ്യൂച്വൽ ഫണ്ട്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും പുതിയ പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഇതേപോലെയുള്ള IPOകളിലും മ്യൂച്വൽ ഫണ്ടുകളുടെ പുതിയ ഫണ്ട് ഓഫറുകളിലും നിക്ഷേപം നടത്താവൂ. വിപണിയിലെ മാറിയ സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്നതിനാണ് മിക്കവാറും ഇതേപോലെയുള്ള കമ്പനികളും മ്യൂച്വൽ ഫണ്ടുകളും അവരുടെ പദ്ധതികൾ അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുമ്പോൾ അത് നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യത്തിന് യോജിക്കുന്ന തരത്തിലുള്ളതും നിങ്ങൾക്ക് താങ്ങാവുന്ന റിസ്കിന് അനുപാതമായിട്ടുള്ളതും ആണെന്ന് ഉറപ്പുവരുത്തുക.